ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ആഹാ, നല്ല വിശാലമായ ഗ്രൗണ്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിട്ട് തറക്കല്ലിട്ടത്. പക്ഷെ ഇപ്പോ ആ കല്ല് പോലും കാണാൻ കേമോന്ന് പറഞ്ഞാ പോരാ, തോൽവിയുടെ പടുകുഴി. അല്ല, ഞാൻ പോയി നോക്കിയിട്ട് തറക്കല്ല് കണ്ടില്ല. തറക്കല്ലല്ല, അതിന്റെ ഇതൊക്കെ അല്ല, ബോർഡൊക്കെ അല്ല അവിടെ വെച്ചിട്ടില്ല. അതൊക്കെ ഉണ്ടോ? അതൊക്കെ എടുത്ത് മാറ്റി. അടുത്ത ആരാ മാറ്റി? ആരെങ്കിലും എടുത്ത് മാറ്റിയായിരിക്കും. അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ മണ്ടന്മാരാണോ? ഇന്ന് ഒരു തർക്കല്ലിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഈ അടുത്ത ഇലക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ അത് പറച്ചിലല്ലേ ഉള്ളൂ, കല്ല് പോലും ഇല്ല അവിടെ. ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാൻ ചിലപ്പോ. ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് ഏത് ജില്ല? രാഹുൽ ഗാന്ധിയുടെ വക 100 വീട്, കോൺഗ്രസിന്റെ വക 100 വീട്, ലീഗിന്റെ വക 100 വീട്. അപ്പൊ തന്നെ 300 വീടായില്ലേ? ഇനി ആകെ ഒരു 100 വീടിന്റെ കാര്യമല്ലോ. മൊത്തം വായിൽ എഴുതി കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഒക്കെ സെറ്റാണ്. ആ സമയത്ത് ഒരു മാസം റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. വീട് തരും എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എനിക്കെന്നല്ല, ഇവിടെ മൊത്തത്തിൽ ഇവിടെ എല്ലാ നാട്ടുകാർക്കേ പ്രതീക്ഷയാണ്. വീട് സതീശൻ പറഞ്ഞത് ലീഗ് വക 100 വീട്, കോൺഗ്രസ് വക 100 വീട്, രാഹുൽ ഗാന്ധി വക 100 വീട്. അപ്പൊ തന്നെ 300 വീട്. ഇനി ഒരു 100 വീടിന്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും കാണാലോ എന്ന് വിചാരിച്ചു പോയി. പക്ഷെ ഒന്നും കാണൂല.